ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ റോട്ടറി ക്ലബ് പുതുപ്പള്ളിയുടെ ഫാമിലി ടൂറിന് വേണ്ടിയിട്ട് ചേറായിലുള്ള ഒരു മനോഹരമായ സീ ലഗൂൺ എന്ന് പറയുന്ന റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് താമസിച്ചാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് ബസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിന് നമുക്ക് പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് നമ്മൾ കാറിനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് അപ്പോൾ അതൊക്കെ പോകാമെന്ന് വിചാരിച്ച് എറണാകുളം ചെന്നപ്പോൾ നല്ല ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റിസോർട്ടിൽ ചെന്നപ്പോൾ നല്ല രീതിയിൽ തന്നെ താമസിച്ചു. ഒരു 9:30 മണിയോളമായി. അപ്പം ഇതാണ് അവിടുത്തെ ഒരു രാത്രി കാഴ്ച. അപ്പം ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെയൊക്കെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അതൊക്കെ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് റിസോർട്ടിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് റിസോർട്ടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പം ഇതാണ് നമ്മൾ ചേറായി ബീച്ചിലുള്ള സീ ലഗൂൺ എന്ന് പറയുന്ന റിസോർട്ട്. അതിൻ്റെ എൻട്രൻസാണിത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വശത്ത് കായലും മറുവശത്ത് ബീച്ചും ഉണ്ട്. അപ്പം ലഗൂണും ബീച്ചും ചേരുന്ന ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത് കൊണ്ടായിരിക്കാം സീ ലഗൂൺ എന്ന് പേരിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം ഇതിൻ്റെ ഒരു എൻട്രൻസിലത്തെ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. കണ്ടില്ലേ, സീ ലഗൂൺ എന്നൊരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ റിസപ്ഷൻ ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അവിടെ ക്രിസ്മസ് ആയിരുന്നതുകൊണ്ട് ക്രിസ്മസ് ട്രീയും പിന്നെ പുൽക്കൂടും ബലൂൺസൊക്കെ അവിടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് റിസപ്ഷനിലുള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴത്തെ കാഴ്ചകൾ. അവിടെ റിസപ്ഷൻ റൂമും കാര്യങ്ങളൊക്കെ വോൾസിലൊക്കെ നല്ല മനോഹരമായ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റിസപ്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കാർ പാർക്കിങ്ങും ഉള്ളത്. അപ്പോൾ ഇത് റിസപ്ഷൻ്റെ മുകളിലത്തെ നിലയിലാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാം. അപ്പോൾ അതേ നമ്മൾ റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ലഗൂൺ സ്പേസിംഗ് ആയിട്ടുള്ളൊരു മറ്റൊരു റെസ്റ്റോറൻ്റാണ് ആ കാണുന്നത്. ഇപ്പുറത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞപ്പോൾ റെസ്റ്റോറൻ്റാണ് കേട്ടോ, കോഫി ഷോപ്പ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ആ കായലും പൂളും കാണാം. കാരണം കായലിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് അവർ ആ പൂള് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ആ റിസപ്ഷൻ്റെ മുകളിലാണ് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് കയറിപ്പോണ സ്റ്റെപ്പാണിത് കേട്ടോ. അതിൻ്റെ മുകളിലാണ് റെസ്റ്റോറൻറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ റൂംസിൻ്റെയൊക്കെ ഒരു ഏരിയ ആണ്. മുകളിലത്തെ നിലയിലുള്ള റൂംസിലേക്ക് പോകാനുള്ള സ്റ്റെപ്പുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ സ്വിമ്മിംഗ് പൂളിൻ്റെ 2 വശങ്ങളിലായിട്ടാണ് 2 നിലകളിലാണ് റൂമിൻ്റെ ഒരു നിര തന്നെ ഉള്ളത്. അപ്പം റൂംസ് എല്ലാം തന്നെ നല്ല ലക്ഷറീസ് ആയിട്ടുള്ള റൂംസൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ വളരെ മനോഹരമായിട്ട് തന്നെ അവർ ലാൻഡ്സ്കേപ്പ് ചെയ്ത് ചെടികളൊക്കെ നല്ല രീതിയിൽ വെച്ച് പിടിപ്പിച്ച് ലോണൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ട് തന്നെ അവരത് അതിൻ്റെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം തോന്നും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം ഒത്ത നടുക്കായിട്ട് തന്നെ അവർ സ്വിമ്മിംഗ് പൂൾ കൊടുത്തിരിക്കുന്നത്. അതായത് ലഗൂൺ സ്പേസിങ് ആണ്, കായലിലേക്ക് ഫേസ് ചെയ്ത രീതിയിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ശരിക്കും നല്ലൊരു മനോഹരമായ കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു കായലോരത്ത് നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇതൊരു ഒറിജിനൽ പന തന്നെയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് അതിൻ്റെ പൂങ്കുലകളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് കായൊന്നും പിടിക്കത്തില്ല എന്നാണ് അവർ പറഞ്ഞത്. ഒറിജിനൽ പന തന്നെയാണ് കേട്ടോ.
അപ്പം ആ റൂംസും സ്വിമ്മിംഗ് പൂളും കായലും ഒക്കെ ചേർന്ന ആ ഒരു ലക്ഷൂറിയസ് റിസോർട്ടിൻ്റെ എല്ലാ സൗകര്യങ്ങളോടും തന്നെയാണ് അവരതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ കായലെല്ലാം മുങ്ങിത്താഴുന്നത് നീർനായയാണെന്നാണ് തോന്നുന്നത്. അത് തന്നെയാണ്. അപ്പോഴത്തേ നമ്മളവിടെ ചുറ്റിക്കറങ്ങിയൊക്കെ വന്ന് ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ മുന്നോട്ട് പോകുമ്പം വലതുവശത്തായിട്ട് ഒരു ആർച്ച് പോലെ കണ്ടോ? ആ ആർച്ചിലേക്ക് നമ്മൾ കിടക്കുമ്പം അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി റിസപ്ഷൻ നടത്താൻ പറ്റിയ കായലിലേക്ക് തന്നെ കുറച്ച് ഇറക്കി വെച്ചിട്ടുള്ള ഒരു പാർട്ടി ഏരിയ ആണ് അവരവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ ചെയറും ടേബിളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ കായലിൻ്റെ ഒരു നല്ല അടിപൊളി ഒരു വ്യൂ തന്നെ നമുക്ക് അവിടെ നിന്നാൽ കാണാൻ പറ്റും കേട്ടോ. നല്ല രസമാണ് അവിടെ നിൽക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ. ഈ കാനവാഴച്ചെടിയൊക്കെ കൂട്ടത്തോടെ നിൽക്കുന്നത് കാണാനായിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ തോന്നുന്നല്ലേ. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. പിന്നെ നമ്മൾ ഈ റിസോർട്ടിൻ്റെ പുറത്ത് അപ്പുറത്തെ സൈഡിൽ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഒരു സമുദ്ര എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റ് തന്നെ ഇവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തെ കടലാണ് കേട്ടോ. അപ്പം ആ ഒരു റെസ്റ്റോറൻറ്റ് ഏരിയയും ഒക്കെ നല്ല രീതിയിൽ അവർ ഭംഗിയായിട്ട് തന്നെ ചെടികളൊക്കെ വെച്ച് അതും മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. ആ റെസ്റ്റോറൻറ്റ് ഇപ്പം നടത്തുന്നില്ലെന്നാണ് തോന്നുന്നത്. അത് കണ്ടിട്ട് അവിടെ ഒന്നും വെച്ചിട്ടൊന്നുമില്ല. പിന്നെ നൈറ്റിലൊക്കെ നമുക്ക് കടലിലേക്ക് ഇറങ്ങാതെ തന്നെ ഇവിടെ ഇരുന്ന് കടലൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവരവിടെ കൊടുത്തിട്ടുണ്ട്. രാത്രിയായാൽ കടലിൽ ഇറക്കാറില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട്. ഇവിടെ റെസ്റ്റോറൻറ്റൊക്കെ പ്രവർത്തിക്കുന്നുണ്ടായെന്ന് തോന്നി ഇപ്പോൾ, പക്ഷേ കാണുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെ വളരെ മനോഹരമായിട്ട് തന്നെ ഒരു ചെടികളൊക്കെ വെച്ച് അതും നല്ല രീതിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ റിസപ്ഷൻ്റെ മുകളിലാണ് റെസ്റ്റോറൻറ്റ് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോഴത്തേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി പോകണേ. അപ്പോഴത്തേ പോണത് എൻ്റെ സ്കൂളിൽ ഞങ്ങൾ കുമരകത്ത് സ്കീമിൽ പഠിച്ചതിൻ്റെ ഒരു പഴയ സുഹൃത്താണ് കേട്ടോ. അപ്പം റോട്ടറിയിൽ വന്നതുകൊണ്ട് എനിക്ക് ഒരു പഴയ സുഹൃത്തിനെയും കൂടെ കിട്ടി. അപ്പോഴത്തേ ഞങ്ങൾ ആ ഒരു എന്തൊക്കെയാണ് അവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ നോക്കി നമുക്ക് എന്താണ് എടുക്കേണ്ടതെന്ന് നടക്കുവാണ്. അപ്പോൾ ഫൈനലി ഞങ്ങൾ ഇഡലിയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു അന്നത്തെ ദിവസം ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ വൈകിട്ടാണല്ലോ അന്ന് തലേദിവസം ചെന്നത്. അപ്പം അന്നത്തെ രാത്രി കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇത്. സ്വിമ്മിംഗ് പൂള് രാത്രിയിലെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിട്ടാണ് നമുക്കത് കാണാൻ പറ്റുന്നത് കേട്ടോ. റൂംസിൻ്റെയൊക്കെ സൈഡിൽ ആ ചെടികളൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ രാത്രിയിൽ കാണാൻ വളരെ ഭംഗിയാണ്. അപ്പോഴത്തെ രാത്രിയിൽ ഞങ്ങൾ ആ കടലിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് തന്നെ ആ സമുദ്ര
കടലിനോട് ചേർന്ന ഭാഗമുണ്ടല്ലോ, അത് തന്നെയാണ് ഇത് കാണിച്ചിരിക്കുന്ന രാത്രിയിലെ വ്യൂ ആണ്. അപ്പം ഞങ്ങളവിടെ രാത്രിയിൽ ഒന്ന് കടലൊന്ന് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കടലിൽ ഇറക്കുകയല്ല രാത്രിയിൽ, എന്നാൽ പോലും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പോയി കാണാം എന്ന് വിചാരിച്ചാണ് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോയത്. ശരിക്കും നല്ല തിരമാല ഉണ്ടായിരുന്നു കേട്ടോ. പകലിലേക്ക് വളരെ ശക്തമായിട്ട് തന്നെയാണ് രാത്രിയിൽ തിരമാല അടിക്കും. നല്ല കാറ്റും അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. അപ്പോഴത്തെ രാത്രിയിലത്തെ ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മൾ ആ കായലോരത്തെ ആ ഒരു പാർട്ടി ഏരിയയിലാണ് അവരതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. പ്രിയപ്പെട്ട റോട്ടറിയൻസ് എല്ലാവരും നമ്മൾ പുതുപ്പള്ളി റോട്ടറി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ കുമരത്തൊരു പുതിയ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തവരും അതിൻ്റെ ക്ലബിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 2 ഭാരവാഹികളാണ് നമ്മളൊക്കെ അഭ്യർത്ഥിച്ചാണ്ടി. പിന്നെ ഒന്ന് സിബിച്ചൻ, ഇതൊക്കെ വൈസ് പ്രസിഡൻ്റാണ്. പ്രസിഡന്റ് ഓൺ ദ വേ പകുതി വരെ വന്നതാണ്. അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ തിരിച്ചു പോകണം, ആൻറ്റിബയോട്ടിക് തിരിച്ചു പോയാണ്. ഈ അവസരത്തിൽ ഇതിൻ്റെ മകനായ ഐറിഷിൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ സ്റ്റാറ്റസ് ഇപ്പൊ ഞാനൊക്കെ പ്രഖ്യാപിക്കുകയാണ്. അനറ്റ് ഐറിഷിന്റെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ്. കണ്ണ് കാണാൻ മേലാത്തോട് പറയാം. പിന്നെ ഞങ്ങൾ കുറച്ച് പേര് കുറച്ച് പാട്ടുകളൊക്കെ പാടി വളരെ മനോഹരമായ ഒരു സായാഹ്നം തന്നെ തീർത്തു കേട്ടോ. അതൊക്കെ നമുക്ക് മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കുന്ന, എന്നും നമുക്ക് ഓർക്കാൻ സാധിക്കുന്ന ഒരു നല്ല മൊമെൻറ്റ്സായിട്ട് നമ്മളതിനെ കരുതുന്നു. അപ്പോൾ ഇതാണ് സീ ലഗൂൺ റിസോർട്ടിൻ്റെ ഒരു ഓവറോൾ വ്യൂ. അപ്പം ഒരു ലക്ഷറീസ് റിസോർട്ടിൻ്റെ എല്ലാ സൗകര്യങ്ങളും തന്നെ നമുക്ക് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും 2026 ഇതുപോലെയുള്ള ഒരുപാട് സന്തോഷങ്ങൾ എല്ലാവർക്കും പോകാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. ബൈ. അപ്പോൾ ഗൈസ് ഞങ്ങളെന്നാൽ തിരിച്ച് ഞങ്ങൾ ഇവിടുത്തെ വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട്
നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഓക്കെ, ബായ്.